വയനാട് ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ വിശദീകരണവുമായി യൂത്ത് കോൺഗ്രസ്. പണപ്പിരിവ് നടത്തിയിട്ടില്ല, സുതാര്യമായാണ് സാമ്പത്തിക സമാഹരണം നടത്തിയത്. സർക്കാരിനോട് ഭൂമി അനുവദിച്ചു നൽകാൻ ആവശ്യപ്പെട്ടിട്ടും പ്രതികരണം ലഭിച്ചിട്ടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി റെസിപ്റ്റ് വെച്ചിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ചലഞ്ചുകളാണല്ലോ നടത്തിയത്. ഇനി ചലഞ്ചുകളാണ് നടത്തിയതെങ്കിൽ അതിൽ നിന്ന് ആരാണ് പണം മാറ്റിയത്? വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമിയല്ലേ. ഞങ്ങൾ 2 തവണ മുഖ്യമന്ത്രി കത്ത് കൊടുത്തു, ഭൂമി വിട്ടു തരണം, ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. തന്നിട്ടുണ്ടോ? ഒരാൾക്കെങ്കിലും ഒരു തുണ്ട് ഭൂമി സർക്കാർ കൊടുത്തിട്ടുണ്ടോ? ഞങ്ങളുടെ പക്കൽ 2.5 ഏക്കർ ഭൂമിയുണ്ട്. പകരം ഈ ഭൂമി ഏറ്റെടുത്തിട്ട് പകരം ഞങ്ങൾക്ക് ഭൂമി തരുമോ? ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്ക് തരാനല്ലോ പറയുന്നത്, ഈ സാധു മനുഷ്യന്മാർക്ക് കൊടുക്കാനല്ലേ പറയുന്നത്. സർക്കാർ ചെയ്തിട്ടുണ്ടോ? ഒരാൾക്ക് ഒരു തുണ്ട് ഭൂമി സർക്കാർ കൊടുത്തിട്ടുണ്ടോ? ഇന്നലെയാണ് ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ പറ്റിച്ചു എന്ന് ഒരു കൊച്ചി സ്വദേശിനിയുടെ പരാതി വന്നത്. പണപ്പിരിവ് ശരിയായ രീതിയിലല്ല എന്ന് സംഘടനയ്ക്കുള്ളിൽ തന്നെ അഭിപ്രായങ്ങൾ വന്നു. പക്ഷേ 88 ലക്ഷം രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലുണ്ട്, ഒരു ചെറിയ പൈസ പോലും അതിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനുള്ള ന്യായീകരണങ്ങളായി പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിലൊരു ക്ലാരിറ്റി വരട്ടെ.